നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 620. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 620. 115 സർഗം ലീലാകാണ്ഡത്തിൽ ഉപനയനവും ഭഗവാന്റെ ഉപനയനവും വിദ്യാഭ്യാസവും. അതിൽ 27ാമത്തെ ശ്ലോക പറഞ്ഞു നിർത്തിയത്. അതെന്തായിരുന്നു? വീണ്ടും കെഞ്ചിയിടും അവർ തൻ അതിമാനുഷ വൈഭവം കണ്ടുടൻ പത്നി ആശിക്ക നിമിത്തം മൃതപുത്രനെ വരിച്ചാൻ. തൻ്റെ പ്രവാസ തീർത്ഥത്തിൽ കുളിക്കുമ്പോൾ നഷ്ടം വന്ന തൻ്റെ മകനെ കിട്ടിയാൽ തർക്കടില്ല ഗുരുദക്ഷിണയായിട്ട് എന്ന് സാന്ദീപനി മഹർഷി തൻ്റെ വാമഭാഗം തൻ്റെ ഭാര്യയോടുകൂടി കൺസൾട്ട് ചെയ്തിട്ട് ചോദിച്ചു. ഇത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ ശേഷമുള്ളത് ശ്രദ്ധിക്കാം. അപ്പോൾ പൊന്മണി തേരിലേറി രണ്ടാളും എത്രയും വേഗം പ്രഭാസതീരത്തിൽ അണഞ്ഞീടെ സരിൽപതി വള്ളത്തിൻ്റെ നാഥൻ ആരെ? വരുണൻ. പൊന്മണി തേരിലേറി രണ്ടാളും എത്രയും വേഗം പ്രഭാസതീരത്തിലണഞ്ഞീടെ സരിൽപതി ഞാനല്ല ശങ്കാസുരനാം കൊന്നതെന്നായി ഉണർത്തിനാൻ. ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. ശങ്കാസുരനാണ് കുട്ടീനെ കൊന്നത്. അവൻ ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുണ്ട്. അപ്പോൾ അവനെ കൊന്നുടൻ പാഞ്ചജന്യം മെല്ലെ മുഴക്കിയും ഉടനെ അമാനുഷിക വൈഭവം കൊണ്ട് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെത്തി ആ ശങ്കാസുരനെ കണ്ടു, അതിനെ വധിച്ചു. എന്നിട്ട് ആ ശംഖ് സ്വന്താക്കി. അപ്പോൾ അവനെ കൊന്നുടൻ പഞ്ചജന്യം മെല്ലെ മുഴക്കിയും ഊതി അദ്ദേഹം കാലൻ്റെ പുരിയിൽ ചെന്നു കൃഷ്ണനും രാമനും ക്ഷണം. യമപുരിയിലേക്ക് എത്തി. കാലൻ്റെ പുരിയിൽ ചെന്നു കൃഷ്ണനും രാമനും ക്ഷണം. പെട്ടെന്ന് സ്വർഗീയാനന്ദം എങ്ങെങ്ങും കാണുകയാലുടൻ അന്തകൻ അറിഞ്ഞു ബഹുമാനിച്ചു പൂജിക്ക് ചൊല്ലിനാൻ പ്രഭു. പ്രാരബ്ധമുണ്ടാം എന്നാൽ അതോർക്കേണ്ട ഗുരുപുത്രനെ കൊണ്ടുപോന്നീടണം ഞങ്ങൾക്കുടൻ. ഈ കുട്ടിക്ക് പ്രാരബ്ധകർമ്മഫലം അനുഭവിക്കലാണ് മരണത്തിന് കാരണം. സാരമില്ല, എനിക്കിപ്പോൾ ഇത് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാനാണ് എൻ്റെ ഗുരുനാഥന്. അതുകൊണ്ട് അറിഞ്ഞു ബഹുമാനിച്ചു പൂജയ്ക്ക് ചൊല്ലിനാൻ പ്രഭു. പ്രാരബ്ധമുണ്ടാം എന്നാൽ അതോർക്കേണ്ട ഗുരുപുത്രനെ കൊണ്ടുപോന്നീടണം ഞങ്ങൾക്കുടൻ. ഞങ്ങൾക്ക് വേഗം പോണം. കേൾക്കേണ്ട താമസം താൻ തന്നെ ചെന്ന് ആനയിച്ചു സാന്ദീപനി കുമാരനെ. കേൾക്കേണ്ട താമസം യമധർമ്മരാജാവന്നെ അകത്ത് പോയി ഓരോ ടോക്കൺ നമ്പറൊക്കെ നോക്കി എന്ന് എപ്പോഴാണ് എത്തിയതാണ് ആളെ പിടിച്ചു കൊണ്ടുവന്ന് ഭഗവാന്റെ അടുത്ത് എത്തിച്ചു. എന്നിട്ടോ താൻ തന്നെ ചെന്നാനയിച്ചു സാന്ദീപനി കുമാരനെ. തൃക്കൈയിൽ അമ്പിയന്നേകി വിനയാനിതൻ അന്തകൻ. യമധർമ്മരാജാവ് വിനയാനിതനായിട്ട് കുട്ടീനെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു. എന്നിട്ടോ യാത്രയോധി മണിത്തേരിലേറി രണ്ടാടും ആവിധം ബലരാമനും ശ്രീകൃഷ്ണനും ആ കുട്ടീനെയും കൂട്ടി മണിത്തേരിലേറി യാത്ര പുറപ്പെട്ടു. മുക്തനാം ബാലനോടും ചേർന്ന് അവന്തിപുരം അന്തിയിൽ അണഞ്ഞു. അവരുടെ തേരുടെ അവന്തി എന്ന രാജ്യത്തിൽ എത്തിച്ചേർന്നത് എപ്പോഴാണ്? വൈകുന്നേരമായി. അന്തിയിൽ മുക്തനാം ബാലനോടും ചേർന്ന് അവന്തിപുരം അന്തിയിൽ അണഞ്ഞു. ഗുരുനാഥന് സമർപ്പിച്ചു മനീഷികൾ.
വരം ഒന്നെങ്കിലും വീണ്ടും ചോദിപ്പാൻ കെഞ്ചി നിൽക്കവേ. വല്ല വരമാണെങ്കിൽ തരാം, ഒരു വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. വരം ഒന്നെങ്കിലും വീണ്ടും ചോദിപ്പാൻ കെഞ്ചി നിൽക്കവേ പത്നി സമേതനാം ആചാര്യൻ ആനന്ദാകുലമാനസൻ. തനിക്ക് മരിച്ചുപോയ കുട്ടിയെ കിട്ടിയതിലും മീതിനി എന്താ ആനന്ദമുള്ളത്? ആനന്ദാകുലമാനസൻ ചൊല്ലിനാൻ മണ്ണിൽ മറ്റാർക്കും ആവാത്ത വിധമല്ലയോ. ആർക്കും സാധിക്കാത്ത കാര്യമല്ലേ അങ്ങ് ചെയ്തത്, ഇനി ഇതിനേക്കാൾ ഞാൻ എന്താ ചോദിക്കേണ്ടത്? ചൊല്ലിനാൻ മണ്ണിൽ ഈ ഭൂമിയിൽ മറ്റാർക്കും ആവാത്ത വിധമല്ലയോ ഗുരുദക്ഷിണ ഈ ചെയ്തത് ഞങ്ങൾക്ക് ഓമൽ കിടാങ്ങളെ. മക്കളെ, എൻ്റെ മകനെ തന്നതിലും മീതെ എന്താ ഉള്ളത്? നിങ്ങളെ പോലെയുള്ളോർ തൻ ഗുരുനാഥനു വല്ലതും സാധിച്ചിടേണ്ടതായുണ്ടോ? നിങ്ങൾ രണ്ടാളുടെ ഗുരു ആവുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് ഈ ലോകത്തിൽ ഒന്നും നേടാനില്ല എന്നാണ് അല്ലേ? നിങ്ങളെ പോലെയുള്ളോർ തൻ ഗുരുനാഥനു വല്ലതും സാധിച്ചിടേണ്ടതായുണ്ടോ? ചൊല്ലുവിൻ പ്രിയപുത്രരെ, മുക്തിയാർന്നവനേക്കാളും ധന്യനായി തീർന്നു മന്നിൽ ഞാൻ. മുക്തിയാർന്നവനേക്കാളും, എൻ്റെ കുട്ടീനേക്കാൾ ഞാൻ ധന്യനായി തീർന്നു. കാരണം എന്താ കുട്ടിക്ക് വിശേഷം? ഭഗവാൻ നേരിട്ട് യമധർമ്മരാജാവിൻ്റെ അടുത്ത് പോയിട്ട് കൊണ്ടുവന്ന് തന്നു. അവൻ്റെ പാപപങ്കിലമായ അവസ്ഥകളെയൊക്കെ മാറ്റി അല്ലേ? മുക്തിയാർന്നവനേക്കാളും ധന്യനായി തീർന്നു മന്നിൽ ഞാൻ. ഗൃഹത്തിൽ ചെന്നു സന്തോഷം പൂണ്ട് എൻ പൈതങ്ങൾ വാഴുവിൻ. നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് സസന്തോഷം വാഴണം. നിങ്ങൾ ലോകോത്തര ശ്രേഷ്ഠന്മാരാണ്. ലോകപാവനിയാം കീർത്തി. ലോകപാവനി, ലോകത്തിൻ്റെ പരിപാവനതയാണ് നിങ്ങളുടെ കീർത്തി. വളർന്നിടട്ടെ മേൽക്കുമേൽ സർവവിദ്യകളും നിങ്ങൾക്കെന്നും സഫലമായി വരും. നിങ്ങൾക്ക് എല്ലാ കലകളും വേണ്ടപ്പോൾ തോന്നും, അതുകൊണ്ട് നിങ്ങൾക്ക് ഫലവത്തായിത്തീരും. അതിലെ അവസാന ശ്ലോകം, 40ാമത്തെ ശ്ലോകം. ഈ വണ്ണം ഗുരുവരൻ ആജ്ഞയേകി വിദ്യാപ്രാവീണ്യത്തികവഴുവോർ നമിച്ചുമല്ലേ. ഗുരുനാഥനെ നമസ്കരിച്ച് കാർവർണ്ണൻ മുസലിയുമൊത്ത് മാറി മാറി തേറിവിട്ടങ്ങുടൻ അണഞ്ഞു തൻ നികേതം. മധുരാപുരിയിലേക്ക് മടങ്ങിയെത്തി. എങ്ങനെ? ഈ വണ്ണം ഗുരുവരൻ ആജ്ഞയേകി വിദ്യാപ്രാവീണ്യത്തികവഴുവോർ നമിച്ചുമല്ലേ. കാർവർണ്ണൻ മുസലിയും ഒത്ത് മാറി മാറി തേർവിട്ട്. അതായത് അങ്ങനെ ഉണ്ടല്ലോ, കുറച്ച് നേരം ഭഗവാൻ തേരോടിച്ചു, അത് കഴിഞ്ഞ് ഏട്ടന് കൊടുത്തു, ഏട്ടൻ ഇയാൾക്കന്നെ കൊടുത്തു, അങ്ങനെ മാറി മാറി തേർവിട്ടങ്ങുടൻ അണഞ്ഞു തൻ നികേതം. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ പഞ്ചദശാധികശതതമഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 116 സർഗം. 116 സർഗം 116 മുതൽ 121 വരെ. അതായത് 116, 17, 18, 19, 20, 21 6 അധ്യായം സർഗം. ഇതിൽ സർഗമാണല്ലോ. ഉദ്ധവരുടെ ഗോകുലയാത്രയാണ്. അപ്പം ഞാൻ അതിനെ 1 എന്ന് എഴുതാം. 116 ഉദ്ധവരുടെ ഗോകുലയാത്ര 1. വസുദേവാനുജന്മാവാം ദേവഭാഗൻ്റെ നന്ദനൻ ഉദ്ധവൻ ഭക്തി കൊണ്ടൊഴിക്കും ഉത്സവം പോലെ മിന്നുവോൻ. ഓരോരുത്തരുടെ ജാതകഫലം പറയാം. ഇവിടെ ഒരാളുടെ ജാതകഫലം പറയാം. ഊഴിക്ക് ഉത്സവം പോലെ മിന്നുന്ന ഒരാളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ആരാത്? വസുദേവാനുജന്മാവാം, വസുദേവൻ്റെ അനുജനായിട്ട് ദേവഭാഗൻ്റെ നന്ദനൻ ഉദ്ധവൻ, കസിൻ ബ്രദറാണേ. ഭക്തി കൊണ്ട് ഊഴിക്കും ഭക്തി കൊണ്ട് ഊഴിക്ക് ഉത്സവം പോലെ മിന്നുവോൻ. ബുദ്ധി വൈഭവമോർത്തേറെ സന്തോഷിച്ച ബൃഹസ്പതിയുടെ ശിഷ്യനാണ്. അപ്പോൾ മൂപ്പരുടെ ക്രെഡൻഷ്യൽ എന്തായിരിക്കും? ഭൂമിയിലുള്ള ഒരാൾക്ക് ദേവന്മാരുടെ ഗുരുവായിരിക്കുന്ന ബൃഹസ്പതി
ഗുരുവാവുക എന്ന് പറഞ്ഞാൽ ബുദ്ധിവൈഭവമോർത്തേറെ സന്തോഷിച്ച ബൃഹസ്പതി നേരിട്ടു താൻ പഠിപ്പിച്ചു പുകൾ പൂണ്ടുള്ള പണ്ഡിതൻ വൃഷ്ണികൾക്ക് എത്രയും വേണ്ടപ്പെട്ടവൻ. വൃഷ്ണികൾക്ക് എത്രയും വേണ്ടപ്പെട്ട ആളാണ്. വൃഷ്ണികൾക്ക് എത്രയും വേണ്ടപ്പെട്ടവൻ മന്ത്രി പുങ്കവൻ. അതായത് ഈ കംസൻ്റെ രാജധാനിയിലെ മന്ത്രിയായിരുന്നു. ഇപ്പം ആരാണ്? ഇപ്പം അവിടെ ആൾ മാറി. അപ്പോൾ വൃഷ്ണികൾക്ക് എത്രയും വേണ്ടപ്പെട്ടവൻ മന്ത്രിപുങ്കവൻ ഏവർക്കും സമ്മതൻ കൃഷ്ണന് അതിസ്നേഹമിയെന്നവൻ. ഏറ്റവും വലിയ താല്പര്യം എന്താ? ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. ഉഗ്രസേന മഹാരാജാവിൻ്റെ മന്ത്രിസഭയിലാണ് ഇപ്പം അദ്ദേഹം ഇരിക്കുന്നത്. ഏകാന്തത്തിങ്കൽ ഒരു നാൾ അദ്ദേഹത്തെ മഹാപ്രഭു വൃന്ദാവനത്തിലൊട്ടേറെ കാലം പൈമേച്ഛമാധവൻ. അതായത് കുറച്ച് സ്വകാര്യമായിട്ട് ഉദ്ധവരെ കൈപ്പിടിച്ച് കുറച്ച് ദൂരെ പോയി പറയാണ്, ഞാൻ പൈമേച്ച് നടന്ന ഗോകുലത്തിൽ ഒന്ന് പോകണം, അവിടെ ഉള്ളവർക്ക് എൻ്റെ വിശേഷ വർത്തമാനങ്ങളൊക്കെ അറിയിക്കണം. ഏകാന്തത്തിങ്കൽ ഒരു നാൾ അദ്ദേഹത്തെ മഹാപ്രഭു വൃന്ദാവനത്തിലൊട്ടേറെ കാലം പൈമേച്ഛമാധവൻ തന്നെത്താൻ ഓർത്തുമാഴിയിടും പ്രജവാസികളെ സ്വയം ആശ്വസിപ്പിക്കുവാൻ ഉള്ളിൽ വെമ്പിടും കരുണാനിധി. ഇതാണ് നമ്മൾ ഭഗവാനെ വിളിച്ച് കരയേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ഭക്തന്മാരാണ് എന്ന് ഭഗവാന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ അദ്ദേഹം ആലോചിച്ചോളും. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ വായിച്ച് പോയിട്ട് കാര്യമില്ല. വായിക്കണത് എന്താണെന്നുള്ളത് അറിഞ്ഞാലേ നമുക്ക് ഈ ശാന്തിയും സമാധാനം ഉണ്ടാവുള്ളൂ. തന്നെ താനോർത്തുമാഴിയിടും വ്രജവാസികളെ സ്വയം ആശ്വസിപ്പിക്കുവാനുള്ളിൽ വെമ്പിടും കരുണാനിധി വിളിച്ചൊപ്പം മണിയറ ഉൾപ്പൂകി കൈപിടിച്ചുടൻ രത്നസിംഹാസനത്തെങ്കൽ ഇരുത്തി ചൊല്ലി മെല്ലവേ ഉപദേശിക്കുകയാണ് താൻ എന്ത് ചെയ്യണം. അതിനെന്താ ചെയ്ത്? വിളിച്ച് ഒപ്പം മണിയറ ഉൾപ്പൂകി വേറെ ആരും കേൾക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മണിയറ ഉൾപ്പൂകി കൈപിടിച്ചുടൻ രത്നസിംഹാസനത്തിങ്കലിരുത്തി ചൊല്ലി മെല്ലവേ. എന്താണ്? ഗോകുലത്തിങ്കലേക്കൊന്നു പോയി വരേണം വയസ്യാ നീ. വയസ്യ എന്ന് പറഞ്ഞാൽ സ്നേഹിത എന്നർത്ഥം. ഗോകുലത്തിങ്കലേക്കൊന്നു പോയി വരേണം വയസ്യാ നീ ഓർക്കിൽ എൻ അമ്മ അച്ഛന്മാരുൾത്തടം നീറി വാഴുകയാം. എൻ്റെ അച്ഛനമ്മമാരെ വളരെ മനസ്സ് വേവിച്ചിരിക്കുകയാണ്, സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവർക്കൻ വിവരം നന്നായി ഓതി ആശ്വാസമേകണം. അവർക്ക് എൻ്റെ വിവരം നന്നായി ഓതി ആശ്വാസമേകണം. ഞാൻ തന്നെ ചെന്നതേ മട്ടിലവർക്കുള്ളം കുളിർക്കണം. എന്നെ നേരിൽ കണ്ടാൽ അവർക്ക് എത്ര ശാന്തിയും സമാധാനം ഉണ്ടാവോ അത്രയും പറഞ്ഞ് മനസ്സിലാക്കണം. അതിനു വേണ്ടും വാഗ്മിത്വം പറയാൻ, അങ്ങനെ അവരെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവെന്നിപ്പോൾ തനിക്കേ ഉള്ളൂ. അതിനു വേണ്ടും വാഗ്മിത്വം അങ്ങേക്കു സുലഭം സഖേ സൗമ്യനാമങ്ങ് ചൊല്ലിയിടിൽ ആർക്കും വിശ്വാസമായി വരും. അതാണ് ഒരു പ്രതിനിധിയെ പറഞ്ഞയക്കുമ്പോൾ തൻ്റെ തുല്യ ഗുണഗണങ്ങളുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ ചിറ്റിപ്പോവും. അതുകൊണ്ടാണ് അപ്പോൾ അതിനു വേണ്ടും വാഗ്മിത്വം അങ്ങേക്കു സുലഭം സഖേ സൗമ്യനാമങ്ങു ചൊല്ലിയിടിൽ ആർക്കും വിശ്വാസമായി വരും. ഗോപികൾക്കുള്ളിൽ ഒട്ടേറെ നീറുന്ന വിരഹാർത്തിയും, അച്ഛനമ്മമാർക്ക് മാത്രമല്ല, ഗോപികൾക്ക് ഉള്ളിൽ ഒട്ടേറെ നീറുന്ന വിരഹാർത്തിയും നീക്കിയിടണം. ഞാൻ പ്രത്യേകം സന്ദേശം അതിനെ ഇടാം. അതിന് വിശേഷപ്പെട്ട ഒരു സന്ദേശവാക്കുകൾ ഞാൻ പറഞ്ഞുതരാം, അത് പോയി പറഞ്ഞാൽ മതി. സന്ദേശം അതിനെ ഇടാം. അവരെന്നെ വെടിഞ്ഞൊന്നും ഓർക്കാനാവാത്ത കൂട്ടരാം. കാണുകയോ കേൾക്കുകയോ മറ്റോ ചെയ്വതും ഞാൻ നിമിത്തമാം. അദ്ദേഹം ആ ഗോപസ്ത്രീകളുടെ മനസ്സ് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അവരെന്നെ വെടിഞ്ഞൊന്നും ഓർക്കാനാവാത്ത കൂട്ടരാം. എന്തെങ്കിലും അവർ ഓർക്കണുണ്ടെങ്കിൽ അവരെന്നെ പറ്റിയിട്ട് ഓർക്കണത്. അതിൽ കൂടുതലോ കുറഞ്ഞോ ഒന്നും ചെയ്യാനില്ല അവർക്ക്.
അതുകൊണ്ടാണ് പറഞ്ഞത്, കാണുകയോ കേൾക്കുകയോ മറ്റോ ചെയ്വതും ഞാൻ നിമിത്തമാം, ഞങ്ങൾ തൻ ദേഹവും കൂടി മറന്ന് ആവിധം എപ്പോഴും. ഞങ്ങളുടെയും അവരുടെയും എൻ്റെയും അവരുടെ ആത്മാവ് ഒന്നാണ്, ശരീരം മാത്രമേ വേറെയുള്ളൂ. ഞങ്ങൾ തൻ ദേഹവും കൂടി മറന്ന ആവിധം എപ്പോഴും എന്നെ ചിന്തിച്ചിടുന്നോരെ ഞാനും ഓർക്കായിവതെങ്ങനെ. ഇതാണ് ഈ ഒരു ക്ലൂ നമുക്ക് കിട്ടണം. ഞാൻ എത്രത്തോളം ഈശ്വരനെ ഓർക്കുന്നുണ്ട് അത്രത്തോളം ഈശ്വരനെ ഓർക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സദാസേവ്യ. അപ്പോൾ നമ്മൾക്ക് ഉള്ളിൽ തട്ടണം. ഈ ഗോപസ്ത്രീകളോട് പറഞ്ഞതിൽ ഞാനും നിങ്ങളും ഉണ്ടെന്ന് അവരവരുടെ ക്രെഡൻഷ്യൽസ് പൊക്കിപ്പിടിച്ച് നമ്മൾ പറയണം. ഓ, ഭഗവാൻ എനിക്കാണ് സന്ദേശം അയച്ചത്. അതിനനുസരിച്ച് നമ്മൾ ഉയരാണ്ട് നിവൃത്തിയില്ല. ദർ ഈസ് നോ ഷോർട്ട് കട്ട്. ഭാഗവത പഠനത്തിന്, ആധ്യാത്മിക ചിന്തനത്തിൽ ഷോർട്ട് കട്ടില്ല. എത്ര അധ്വാനിച്ചു അതിനുള്ള ഫലം കിട്ടും. അമ്മട്ടിലെന്നെ ഓർത്ത എല്ലാം വെടിഞ്ഞോരെ അവരാകിലും രക്ഷിച്ചിടും ഞാനെന്നും എന്നും. അതാണ് എൻ്റെ ദൃഢവ്രതം. ഭഗവാന്റെ ഒരു വ്രതം ഉണ്ട്. എന്താ? എന്നെ ആരൊക്കെ എത്ര കണ്ട് മാനിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഞാൻ അവരെ ബഹുമാനിക്കും, സ്നേഹിക്കും, ആദരിക്കും, വേണ്ടത് കൊടുക്കും. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഈ ബോധം മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൻ്റെ മുന്നേ എന്തും ഏതും വില കൊടുത്തും ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. എന്നാൽ മാത്രമേ ഭഗവാൻ അത് നമുക്ക് തിരിച്ചു തരൂ. ഇല്ലേ? നമ്മളൊരു റബ്ബർ പന്ത് എറിയുന്ന സ്പീഡിനനുസരിച്ചിട്ടാണ് അത് മടങ്ങി വരിക. അത് പ്രോപ്പറായിട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, സപ്പോസ് ആ ഒബ്ജക്റ്റ് ഒരു തിരശീലയാണെങ്കിലോ, അത് കൊണ്ടിട്ട് അവിടെ തന്നെ വീടും. വളരെ ശ്രദ്ധിക്കണം ഞാൻ എന്താ പറഞ്ഞത് എന്നുള്ളത്. നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക്, ഒരു ചുമരുമ്പിലേക്കാണ് എറിയണമെന്ന് വെച്ചാൽ ആ ചുമര് സോളിഡ് ആണെങ്കിൽ ആ പന്ത് തിരിച്ചു വരും. അതൊരു തുണിശീലയാണെങ്കിലോ അവിടെ തന്നെ കിടക്കും. അപ്പോൾ ഭഗവാൻ സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ എറിയണത് ഭഗവാനിൽ എത്തണം. അത് ഒരു ഏറ് മതിയോ? പോരാ, എറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. സദാസേവ്യ. ഭഗവാനെ ഓരോ നിശ്വാസത്തിലും കൃഷ്ണ 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 വിളിച്ചുകൊണ്ടിരിക്കുക. വേറെ ഒരു നിവൃത്തിയില്ല. അദ്ദേഹത്തിൽ അർപ്പിക്കുന്നതൊന്നും വേസ്റ്റാവില്ല. നമ്മളെപ്പോലെ സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് നമ്മൾ എത്ര എന്താ പറയാം, എത്ര മനസ്സ് വെച്ചിട്ടും കാര്യമില്ല. നമ്മളെപ്പോലെ സ്വയം നശിക്കണവരാണവരെ. അപ്പോൾ അവരും എന്ത് ചെയ്യണം? നമ്മുടെ ഒപ്പമുള്ളവർ, ഐദർ സ്പൗസ് ആവാം, പാരൻസ് ആൻഡ് സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ആവാം, ആരും ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും ഒരുപോലെ അച്യുതനിൽ പ്രേമുള്ളവരായാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതിപ്പോൾ കഷ്ടകാലത്തിന് ഒരു കുടുംബത്തിലുള്ള മക്കളത് ശ്രദ്ധിക്കണില്ലേ വിചാരിക്കുക. വി കനോട്ട് ഹെൽപ്പ് ഇറ്റ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പരിതപിക്കാമെന്നല്ലാതെ. ആ പരിതപിക്കുന്ന സമയം കൂടി നമ്മൾ ഈശ്വരനിൽ കോണ്ടാക്റ്റ് വയ്ക്കണം, എന്നാലേ നമുക്ക് രക്ഷപ്പെടുള്ളൂ. അപ്പോൾ പറയണു, ആത്മപ്രിയതമൻ ഞാനിന്ന് എത്രയും ദൂരെ വാഴ്വതായി. ഞാൻ ആരാ? അവരുടെ ആത്മപ്രിയതമൻ. ആത്മാവിൻ്റെ അത് ഒട്ടും ശാരീരികമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഗോപസ്ത്രീകൾക്ക് ശ്രീകൃഷ്ണനോടുള്ള സ്നേഹം ശാരീരികമല്ല, ആധ്യാത്മികമാണ്. അപ്പോൾ ആത്മപ്രിയതമൻ ഞാൻ ഇത്രയും ദൂരെ വാഴ്വതായി ഓർക്കുമ്പോഴേക്കും മൂർച്ഛിച്ചു പോകുന്നു വരാഗാത്രികൾ. അവരെ മോഹാത്സ്യപ്പെട്ട് വീഴുകയാണ്, ഞാൻ എത്ര ദൂരെയാണെന്ന് വിചാരിച്ചിട്ട്. ഈ വണ്ണം പ്രിയ സന്ദേശം കൈകൊണ്ട ഉദ്ധവൻ എത്രയും വേഗം തേർവിട്ടു നന്ദൻ്റെ നികേതനമണഞ്ഞിടാൻ. ആ 4 വരിയിലെല്ലാം പറഞ്ഞു. ഈ വണ്ണം പ്രിയ സന്ദേശം കൈകൊണ്ട ഉദ്ധവൻ എത്രയും വേഗം തേർവിട്ടു ഓടിച്ചു നന്ദൻ്റെ നികേതനമണഞ്ഞിടാൻ. അടുത്ത ശ്ലോകം.
ആർ തന്നെ നിന്ദിക്കലും, ശ്രദ്ധിക്കേണ്ട ശ്ലോക എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. ആർ തന്നെ നിന്ദിക്കലും വന്ദിക്കലും മായതിൽ കുലുങ്ങാത്ത വിധം കൃഷ്ണഭക്തിയാൽ പൂർണ്ണനായവൻ. ഉദ്ധവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താ? സോ സോളിഡ്. ആർ തന്നെ നിന്ദിക്കലും വന്ദിക്കലും ആയതിൽ കുലുങ്ങാത്ത വിധം കൃഷ്ണഭക്തിയിൽ പൂർണ്ണനായവൻ. ഞാനും നിങ്ങൾ ഓരോരുത്തരും പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്നുള്ളൊരവസ്ഥയിലെത്തണം കൃഷ്ണഭക്തിയിൽ. ബാക്കിയൊന്നും സാരമില്ല, കൃഷ്ണഭക്തിയിൽ ഉറയ്ക്കണം, സ്ഥിരപ്രജ്ഞ. പൊന്നിൻ കുടമണിക്കൂട്ടം കുലുക്കി കൊണ്ടുപാതയിൽ അകിടിൻ്റെ കനം താങ്ങി തളർന്നീടിലും എത്രയും. അവിടുത്തെ പശുക്കളെ പറ്റി പറയാം. പൊന്നിൻ കുടമണിക്കൂട്ടം കുലുക്കി കൊണ്ടുപാതയിൽ, വഴിയിൽ അകിടിൻ്റെ കനം താങ്ങി തളർന്നീടിലും എത്രയും പുണ്യം കുളമ്പടി ശബ്ദമെങ്ങെങ്ങും പൊങ്ങുമാവിധം ധൃതി പൂണ്ടവരും പൈക്കൾ ഉളവാക്കിയും. വിശുദ്ധി ഉളവാക്കുക, അതെങ്ങനെ? വിശുദ്ധി വാക്കിലും നോക്കിലും പെരുമാറ്റത്തിനും വിശുദ്ധി ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ആരെ നോക്കണു, ആരോട് സംസാരിക്കണോ, ആരോട് പെരുമാറണോ, അവർക്ക് മനസ്സിലാവും വിശുദ്ധിയാണോ അല്ലേ എന്നുള്ളത്. സോ ക്ലിയർ. എന്നിട്ട് തങ്ങൾ തള്ളയെ കണ്ടു കയർ പൊട്ടിച്ചു പായുവാൻ വെമ്പും കന്നുകൾ നല്ലോർക്കും മോക്ഷവാഞ്ച വളർത്തിയും. അത് ഉപമയാണ്. തൻ്റെ ഒരു കന്ന് പശുക്കുട്ടിക്ക് തൻ്റെ അമ്മയെ കണ്ടാൽ എത്ര വലിയ ബന്ധനത്തിലാണെങ്കിലും ശരി അത് തട്ടി തെറിപ്പിച്ച് ഓടിപ്പോവും അതിൻ്റെ അടുത്തേക്ക്. അപ്പോൾ തങ്ങൾ തള്ളയെ കണ്ട് കയർ പൊട്ടിച്ചു പായുവാൻ വെമ്പും കന്നുകൾ നല്ലോർക്ക് മോക്ഷവാഞ്ച വളർത്തിയും. കാളിന്തിയാറ്റിൻ കരയിൽ കളിക്കും കുളിർ മാരുതൻ അണഞ്ഞ് അഭ്യാഗതന്മാരെ വിനയത്തോടെ വീശിയും. അഭ്യാഗതന്മാരെന്ന് പറഞ്ഞാൽ ആ വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ക്ഷീണം മാറ്റണു. ആരെ? കാളിന്തി ജലസ്പർശം ഏറ്റ കാറ്റ്. വൃക്ഷങ്ങൾ പോലും പറവക്കൊഞ്ചലാൽ മെല്ലെ മെല്ലെ. വൃക്ഷങ്ങൾ പോലും പറവക്കൊഞ്ചലാൽ മെല്ലെ മെല്ലെ തീർത്ഥയാത്രികരോടമ്പാർന്നെങ്ങും സ്വാഗതമോദിയും. വൃക്ഷങ്ങളിൽ ഇരിക്കുന്ന എന്താ പറയുക, പക്ഷികൾ കൊഞ്ചി പറയാണ് വരൂ സ്വാഗതം. ആരോട്? ആ കാളിന്തിയാറ്റിൻ്റെ 4 പുറത്തു കൂടിയും സഞ്ചാരണം ചെയ്ത് പ്രത്യേകിച്ച് ഗോകുലത്തിലേക്ക് വരുന്നവരോടെന്ന് പറയാം. വൃക്ഷങ്ങൾ പോലും പറവക്കൊഞ്ചലാൽ മെല്ലെ മെല്ലെ തീർത്ഥയാത്രികരോടമ്പാർന്നെങ്ങും സ്വാഗതമോദിയും. മണിത്തോപ്പിൽ മൊട്ടിട്ടു നിൽക്കും തൂമുള്ള വല്ലികൾ കുളിർ പുഞ്ചിരി കൊണ്ടാർക്കും ഉല്ലാസമുളവാക്കിയും. എവിടുന്ന അവർക്ക് ഇത്ര ഗരിമയുള്ള വാക്കുകൾ കിട്ടണത്, ആശയങ്ങൾ കിട്ടണത് എനിക്കറിയില്ല. മണിത്തോപ്പിൽ, പൂന്തോപ്പിലെ മൊട്ടിട്ടു നിൽക്കും തൂമുല്ല വല്ലികൾ കുളിർ പുഞ്ചിരി കൊണ്ടാർക്കും ഉല്ലാസമുളവാക്കിയും. വിടരാൻ വെമ്പുന്ന മുല്ലമുട്ടുകളെ കണ്ടാൽ ചങ്ങാത്തം കൂടാൻ വരുന്ന സ്നേഹിതമാരാണോ തോന്നുന്നർത്ഥം. സ്ഫടികം പോലെയും സ്വച്ഛജലമാർന്ന സരസ്സുകൾ ദാഹിപ്പിയിലെങ്കിലും കോരിക്കൊടിപ്പാൻ കൊതിയേകിയും. കാറ്റത്ത് ഇളകാതെ കണ്ട് സ്വച്ഛന്തമായിട്ട് നിൽക്കുന്ന ജലാശയമാണ്. അടുത്തിട്ട് കാണാം. വരൂ കുറച്ച് വെള്ളം കോരി കുടിച്ചിട്ട് പോവൂ, എന്നെ കുറച്ച് പാനം ചെയ്ത് പോവൂന്ന് അവർ പറയണമെന്ന്. സ്ഫടികം പോലെയും സ്വച്ഛജലമാർന്ന സരസ്സുകൾ ദാഹിപ്പിയിലെങ്കിലും കോരിക്കൊടിപ്പാൻ കൊതിയേകിയും. പാൽ കറക്കുന്നതാം ശബ്ദം കാതിന്ന ഇമ്പം വളർത്തിയും. പാല് കറക്കുന്ന ശബ്ദം വഴിമധ്യയുള്ള വീടുകളിൽ
പാൽ കറക്കുന്നതാം ശബ്ദം കാതിന്നിമ്പം വളർത്തിയും പലയിടങ്ങളിലും വിഷ്ണു ഭജനധ്വനി പൊങ്ങിയും. സദാസേവ്യ സദാസേവ്യ, തേര് പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ കേൾക്കുന്നതൊക്കെ വിഷ്ണു സ്തുതികൾ. പലയിടങ്ങളിലും വിഷ്ണു ഭജനധ്വനി പൊങ്ങിയും. വസുദേവാത്മജന്മാർ തൻ പരിപാവന ലീലകൾ ഗോപീജനങ്ങൾ തന്നെത്താൻ മറന്നങ്ങിനെ പാടിയും. കൃഷ്ണൻ പറഞ്ഞത് 100-110% ശരിയാണെന്ന് ഇദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങി. അല്ലെങ്കിലും തോന്നും, സത്യം പറയുള്ളൂ ഭഗവാൻ എന്നറിയാം. വസുദേവാത്മജന്മാർ തൻ പരിപാവന ലീലകൾ ഗോപീജനങ്ങൾ തന്നെത്താൻ മറന്നങ്ങിനെ പാടിയും. അങ്ങിങ്ങ് ഓരോ മയൂരങ്ങൾ വിളയാടി മനോഹരം. അവിടെയും ഇവിടെയും മയിലുകൾ നൃത്തം ചെയ്യുന്നുണ്ടെന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലാവിനോദങ്ങളെ സ്പർശിച്ചും കൊണ്ടുള്ള ഗരിമയാർന്ന സ്തുതികൾ കേട്ട് മയിലുകൾ നൃത്തം ചെയ്യണം. അങ്ങിങ്ങ് ഓരോ മയൂരങ്ങൾ വിളയാടി മനോഹരം. മുകുന്ദനുണ്ണിതൻ ദിവ്യ നൃത്തത്തിനോർമ്മയേകിയും. വിലസും ഗോപവാടത്തിനടുത്ത് ഉദ്ധവനെത്തവേ. വിലസും ഗോപവാടത്തിനടുത്ത് ഉദ്ധവനെത്തവേ. മാധവൻ്റെ മണിത്തേർ കണ്ട ആനന്ദമലതൊല്ലുപോൻ. മാധവൻ്റെ ഈ ആരുടെ തേരിലാണ് വരണത്? അക്രൂരൻ മധുരയിലേക്ക് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ള ആ മണിത്തേരിലാണ് ഇപ്പോൾ ആര് വരണത്? ഉദ്ധവരെ. അപ്പോൾ മാധവൻ്റെ മണിത്തേർ കണ്ട് ആനന്ദമലതല്ലുപോൻ. പത്നിയോട് വിളിച്ച് ഈ മട്ട് ഓതിനാൻ ഗോകുലാധിപൻ. നന്ദഗോപുര യശോദമ്മയെ വിളിച്ചു പറഞ്ഞു, ദാ നമ്മുടെ കുട്ടിയുടെ മണിത്തേര് വരുന്നതാ പറഞ്ഞതേ. പത്നിയോട് വിളിച്ച ഈ മട്ടോതിനാൻ ഗോകുലാധിപൻ. നമ്മൾ തന്നുണ്ണി വന്നിടുന്നിതാ മിന്നും അതേ രഥം. ഇവിടുന്ന് കൊണ്ടുപോയുള്ള അതേ തേരിലാണ് വരണമെന്നുള്ളത്. താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരുവിനെ നമുക്ക് നമസ്കരിക്കാം. കാരണം എന്താ, അദ്ദേഹത്തിന് അതിനുള്ള അധികാരമുണ്ട്. 6-7 വർഷം ഗുരുവായൂരമ്പലത്തിൽ അമ്പാടിക്കണ്ണൻ്റെ ചീഫ് പ്രീസ്റ്റായിട്ട് വർക്ക് ചെയ്ത ആളാണ്. ആലോചിച്ച് നോക്കണം. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് പറഞ്ഞാലും അത് ചേലായിട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ തന്നുണ്ണി വന്നിടുന്നിതാ മിന്നും അതേ രഥം. നന്ദൻ ചൊല്ലുന്നത് കേട്ടൽപ്പം നാണിച്ചു രഥം ഉദ്ധവൻ. നിർത്തിനാനവിടെ തന്നെ നിതാന്താ വിനയോജ്വലൻ. അപ്പോൾ അക്രൂരൻ കൊണ്ടുവന്ന അതേ രഥാണെന്ന് പറഞ്ഞു ഉദ്ധവരോ. അപ്പോൾ ഉദ്ധവർ അവിടെ കൊണ്ട് നിർത്തി. നന്ദൻ ചൊല്ലുന്നത് കേട്ടൽപ്പം നാണിച്ചു രഥം ഉദ്ധവൻ. നിർത്തിനാനവിടെ തന്നെ നിതാന്ത വിനയോജ്വലൻ. ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന് മനസ്സിലായി ഇവരുടെ കണ്ണും കാതും കരളും ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രം നനച്ചിരിക്കുകയാണ്. ഇതിലാളില്ല, ഞാനാണെന്നുള്ളത് അറിഞ്ഞാലത്തെ സ്ഥിതി എന്തായിരിക്കും? പഠിക്കൽ വന്നു കാത്തിടും ഗോകുലാധിപനോടുടൻ ചൊല്ലിനാൻ അവിടുന്ന് എന്നെ അമ്പാർന്നിങ്ങോട്ടയച്ചതാം. അരെ പഠിക്കൽ വന്നു കാത്തിടും ഗോകുലാധിപനോടുടൻ ചൊല്ലിനാൻ ഉദ്ധവൻ. അവിടുന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞയച്ചതാണ് അങ്ങേ മുഖം കാണിക്കാൻ. ചൊല്ലിനാൻ അവിടുന്ന് എന്നെ അമ്പാർന്നിങ്ങോട്ടയച്ചതാം. കണ്ടിട്ടുണ്ടായിടാ ദേവഭാഗൻ്റെ മകനാണു ഞാൻ. കണ്ടിട്ടുണ്ടായിടാ, കാണാൻ സാധ്യതയില്ല. ദേവഭാഗൻ്റെ മകനാണു ഞാൻ. അക്രൂരൻ്റെ ഉദ്ധവൻ്റെ അച്ഛൻ്റെ പേരാണ് ദേവഭാഗൻ, വസുദേവരുടെ അനിയൻ. ഇതൊന്നും നമ്മൾ ലെൻസ് വെച്ച് നോക്കിയാൽ കാണില്ല, വായിച്ച് പഠിക്കണം. കണ്ടിട്ടുണ്ടായിടാ ദേവഭാഗൻ്റെ മകനാണു ഞാൻ. ഗോവിന്ദചരണാം ഭോജ പ്രേമമെന്നും കൊതിപ്പവൻ. എനിക്ക് ശ്രീകൃഷ്ണൻ്റെ തിരുപാദപത്മങ്ങളല്ലാണ്ട് ശരണമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ശ്രീ ഗോവിന്ദചരണാം ഭോജ പ്രേമമെന്നും കൊതിപ്പവൻ. ഗോകുലാധിപൻ അത്യന്തം ബഹുമാനത്തോടോതിനാൻ. ഗോകുലാധിപൻ
ഇവിടുത്തെ ഉണ്ണി എന്നെ പറഞ്ഞയച്ചതെന്നാണ് പറഞ്ഞതേ. ഗോകുലാധിപൻ അത്യന്തം ബഹുമാനത്തോടൊതിനാൻ ധാരാളം അങ്ങയെ കേട്ടിങ്ങറിയും ഞങ്ങളൊക്കെയും. ചാൻസ് ഉണ്ട്. ബൃഹസ്പതിക്കെഴും ശിഷ്യൻ. ഞാൻ ബൃഹസ്പതിക്ക് ശിഷ്യനായിരുന്നു. അച്ഛനെന്നാത്മമിത്രമാം ബൃഹസ്പതിക്കെഴും ശിഷ്യൻ അച്ഛനെന്നാത്മമിത്രമാം. മധുരോക്തി നുകർന്നുള്ള ഉള്ളാലഭിനന്ദിച്ചു യാദവൻ. നന്ദഗോപുര ഭലേ ബേഷ്, നന്നായി. മധുരോക്തി എന്നാണ് പറഞ്ഞത്. മധുരോക്തി നുകർന്നുള്ള ഉള്ളാൽ അഭിനന്ദിച്ചു യാദവൻ. മഹാമനസ്കനാണെന്നോർത്തെത്രയും ഗോകുലേശനെ ഉണ്ണിക്കുൾക്കൊണ്ട ചങ്ങാതി. അതെ, മഹാമനസ്കനാണെന്നോർത്തെത്രയും ഗോകുലേശനെ ഉണ്ണിക്ക് ഉൾക്കൊണ്ട ചങ്ങാതി. വിനീതൻ ഭക്തി പുങ്കവൻ. ഇനി പറയാനൊന്നുമില്ല അല്ലേ. അപാര പാണ്ഡിത്യ മഹാസമുദ്രം. അപാര പാണ്ഡിത്യ മഹാസമുദ്രം. ഞാനിതൊക്കെ വായിച്ചപ്പോഴാണ് എനിക്ക് മലയാളം കുറിച്ച് മനസ്സിലായത്. എൻ്റെ മലയാളം വട്ടപൂജയായിരുന്നു. എന്തപ്പോൾ ചെയ്യുക, പഠിക്കേണ്ട സമയത്ത് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഭാഗവത ഭക്തദാസൻ എന്നുള്ള പേരിനെ അന്വയിപ്പിച്ചും കൊണ്ട് ഈശ്വരൻ്റെ ക്ഷേത്രം പുല്ല് ചെത്തിയിട്ടും വെള്ളം വലിച്ചിട്ടും പന്തലിട്ടിട്ടും പാട്ടം പിരിച്ചിട്ടും ബ്രാഹ്മണഭക്തി, ഈശ്വരഭക്തി, അതാണ് എനിക്കുള്ള ഒരേ ഒരു നേട്ടം. അത് മാത്രം ഉണ്ടായത്. അപാര പാണ്ഡിത്യ മഹാസമുദ്രം അതിബുദ്ധിമാൻ നന്ദൻ മഹത്വം ഈ വണ്ണം അറിഞ്ഞ മഹിതാശയൻ. കൃഷ്ണനെ പോലെ വാത്സല്യപൂർവം പൂജിച്ചു പുണ്യവാൻ. കൃഷ്ണനെ എങ്ങനെ പൂജിക്കും? പൂജിക്കണം. അത്രയും ഗരിമയോടുകൂടി ഉദ്ധവരെ പൂജിച്ചു. അതെ, ഉദ്ധവരനെ കൃഷ്ണനെ പോലെ വാത്സല്യപൂർവം പൂജിച്ചു പുണ്യവാൻ. ഊണിലും മറ്റുമൊട്ടേറെ നാൾ തൊട്ട അശ്രദ്ധയെങ്കിലും മധുരങ്ങൾ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിച്ചു പലതരം. ശ്രദ്ധയോടുകൂടി ഊണിന് വേണ്ട വട്ട കൂട്ടി വിളമ്പി ഊൺ കഴിപ്പിച്ചു. ധർമ്മപത്നിയോടും സ്വയം വെൺപൂമെത്ത വിരിച്ച് അമ്പാർ നിരുത്തി അതിൽ മാന്യനെ. ഭഗവാനെ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ്. വെൺപൂ മെത്ത വിരിച്ച് അമ്പാർ നിരുത്തി അതിൽ മാന്യനെ. കുളിർക്ക് വെഞ്ചാമരം കൊണ്ടു വീശിപ്പിച്ചു മഹാമതി. അവിടെ നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശംസകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.